ചേട്ടാ, ഇത്തവണ CPM-ൽ നിന്ന് BJP-യിലേക്ക് വലിയ രീതിയിലുള്ള വോട്ട് മറിഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. സാധാരണ ഈ CPM-കാർ പറയുന്നത് കോൺഗ്രസ് ആണ് BJP-യിലോട്ട് വോട്ട് മറിക്കുന്നതെന്നാണ്. പക്ഷേ ഇത്തവണ CPM-ൽ നിന്നാണ് BJP-യിലോട്ട് തുരുതുരാ വോട്ട് മറിഞ്ഞിരിക്കുന്നത്. എന്താ ഇതിന്റെ കാരണം? CPM മൊത്തത്തിൽ പ്രചോദനത്തിലായി പോയല്ലോ. അല്ല, CPM ആകെപ്പാടെ കേരളത്തിലെന്ന് മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല. നമ്മൾ കേരളം മാത്രം നോക്കുമ്പോൾ CPM-ൽ ഒരുപാട് ഒഴുക്ക് മാറിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കാണുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ പിണറായി വിജയൻ എല്ലാ യോഗങ്ങളിലും പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരു വാക്യമുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് BJP-യിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം മാത്രമാണ്. നിങ്ങൾ കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ അവരെല്ലാം BJP-യിലേക്ക് പോകും, പിന്നെ BJP മയമായിരിക്കും കേരളത്തിൽ എന്നൊക്കെയാണ് പിണറായി വിജയൻ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ സംഭവിച്ച നേരെ തിരിച്ചാണ്. CPM-ൽ നിന്ന് വൻ ഒഴുക്കാണ്. അതിന്റെ കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ CPM-ന്റെ പല മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ പോലും വളരെയധികം പുറകെ പോയ കണക്കുകൾ നമുക്ക് സാഹചര്യയുടെ കണക്ക് അങ്ങനെയാണ് വരുന്നത്. അത് കേരളത്തിൽ, ഞാൻ പറഞ്ഞു കേരളത്തിൽ മാത്രമല്ല, പശ്ചിമ ബംഗാളിലാണ് സംഭവിച്ചത്. പശ്ചിമ ബംഗാളിൽ അവരുടെ വോട്ടിംഗ് നിലവാരം വളരെയധികം കുറഞ്ഞു. പിന്നെ അവരുടെ പെർസെൻറ്റേജ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ 4.16 ആണ് ഇപ്പോൾ അവരുടെ പിന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റേറ്റിലെ CPM-ന്റെ പശ്ചിമ ബംഗാളിലെ. അത് കഴിഞ്ഞ പ്രാവശ്യം 5.17 ആയിരുന്നു. 5.7% ഇപ്പം 4.16 മാറിയിരിക്കുന്നു. അത്രയ്ക്ക് താഴ്ന്നിരിക്കുന്നു. അത് സംഭവിച്ചത് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് CPM-ഉം കോൺഗ്രസും കൂടെ ഒരുമിച്ച് നിന്നു. CPM-ഉം കോൺഗ്രസും കൂടെ ഒരുമിച്ച് നിന്നപ്പോൾ സംഭവിച്ചത് കോൺഗ്രസിനുണ്ടായിരുന്നതും കൂടെ പോയി എന്നുള്ളതാണ്. അവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്, രണ്ടുപേർക്ക് നഷ്ടം സംഭവിച്ച് കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് CPM-ന്റെ അടുത്ത് ഒത്തുചേർന്നപ്പോൾ കോൺഗ്രസിനാണ് കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജും കുറഞ്ഞിരിക്കുന്നു. അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 4.68 ആണ് ഇപ്പോൾ. അവരുടേതും ഏകദേശം 5.7 ആയിരുന്നു. കഴിഞ്ഞതിന് ഞാൻ CPM-ൻ്റെത് 5.7 അല്ല 7.5 ആയിരുന്നു. CPM-ന്റെ 7.5 ആണ് ഇപ്പോൾ 4.16 കുറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം കുറഞ്ഞു? 2.5% കുറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെത് 5.7 ആയിരുന്നത് ഞാൻ പറഞ്ഞു 4.68 മാറിയിരിക്കുന്നു. അപ്പോൾ 4.68 കോൺഗ്രസിൻ്റെ, 4.16 CPM-ൻ്റെയും വോട്ടിംഗ് നിലവാരം. പിന്നെ അതിനകത്ത് എടുത്തു പറയാൻ പറ്റുന്നത് രണ്ട് പ്രധാന നേതാക്കൾ അവരുടെ. അത് അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പശ്ചിമ ബംഗാളിലെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം കഴിഞ്ഞ ഈ തൃണമൂലിന്റെ ഒരു വല്ലാത്ത ഒരു തരംഗം ഉണ്ടായപ്പോൾ പോലും അദ്ദേഹത്തിന്റെ മണ്ഡലം ബഹാപൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിന്റെ പേര് അത് തന്നെ ബഹാരംപൂർ എന്നാണ്. ആ ബഹാരംപൂർ എന്നുള്ള മണ്ഡലം അദ്ദേഹം നിലനിർത്താൻ കഴിഞ്ഞു. ഇപ്പോൾ അത് നഷ്ടമായി. 85,000-ലധികം വോട്ടിനാണ് അത് നഷ്ടമായത്. പക്ഷേ CPM-ന്റെ ദേശീയ പാർട്ടി പദവി പോകില്ല എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അല്ല, അത് കൊണ്ടിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഒരു കണക്കൂടെ നമ്മൾ പറയുമ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന് വേണ്ടിയിട്ട് കോൺഗ്രസ് സ്ഥിരം മത്സരം ജയിച്ചുകൊണ്ടിരുന്ന 5 തവണയും കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമുണ്ട്. അത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ മുഹമ്മദ് സലീമിന് വേണ്ടി നീക്കിക്കൊടുത്തു. അത് മുർഷിദാബാദാണ്. ആ മുർഷിദാബാദ് ഇപ്പോൾ മത്സരിച്ചപ്പോൾ മുഹമ്മദ് സലീമും വളരെയധികം പിന്നിൽ പോയി. തോറ്റു. ഏകദേശം 1,00,000 CPM ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്ന മണ്ഡലം. അത് തോറ്റു. 1.6 വോട്ട്, അതായത് 1,60,000 വോട്ടിനാണ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം അവിടെ പരാജയപ്പെട്ടത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അവിടെ ഈ കോൺഗ്രസിന്റെ പിന്നെ അധീർ രഞ്ജൻ ചൗധരി ഇയാളെ ഈ മുഹമ്മദ് സലീമിന്റെ പത്രിക കൊടുക്കാൻ വേണ്ടിയിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം പതിച്ച ഷാള് അധീർ രഞ്ജൻ ചൗധരി കഴുത്തിലിട്ടുകൊണ്ടാണ് പോയത്. നമ്മൾ കണ്ടതാണ് അതൊക്കെ. അപ്പൊ അവിടെയാണ് ഇത്രയധികം പരാജയം വന്നിരിക്കുന്നതെന്ന് നമ്മൾ നോക്കണം. അപ്പൊ അവിടെ എല്ലാം പിന്നെ ഈ CPM-കാര് മൊത്തം BJP-യിലേക്കോ തൃണമൂലിലേക്കോ ഒഴുകിപ്പോയി എന്നാണ് കാണുന്നത്. കൂടുതലും BJP-യിൽ ഇപ്പൊ മിക്കവാറും കുറച്ച് തൃണമൂലിലേക്കാണ് പോയിരിക്കുന്നത്. എന്നാൽ പൊതുവിൽ അവിടെ നമ്മൾ കാണുമ്പോൾ 34 വർഷം ഭരിച്ച CPM-ആണ്. ആ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഇങ്ങനെ നമ്മൾ കൂട്ടുമ്പോൾ തന്നെ വലിയ ഒരു പടയുണ്ട്. കാരണം 34 വർഷം ഭരിച്ച സംസ്ഥാനമാണ്. നമ്മുടെ കേരളം പോലെയല്ല, വലിയൊരു സംസ്ഥാനമാണ്. 42ലധികം MP-മാരുള്ള വലിയൊരു സംസ്ഥാനമാണ്. അപ്പൊ അവിടെ നമുക്ക് ഇവിടെ ഉള്ള നേതാക്കന്മാരെക്കാളും ഇരട്ടിയിലധികം നേതാക്കന്മാർ അവിടെ ഉണ്ടാവും ലിസ്റ്റ് എടുക്കുമ്പോൾ. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി എന്നൊക്കെ നോക്കുമ്പോൾ ഇവരൊക്കെ എവിടെ പോയി? ഇപ്പൊ 100 പിന്നെ അല്ല, 0 സീറ്റാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഒരു സീറ്റ് പോലും അവിടെ വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല. അപ്പൊ ഇവരെല്ലാം എവിടെ പോയി? അപ്പോൾ അത് CPM-ലില്ല.
അപ്പൊ ഈ നേതാക്കന്മാരെല്ലാം പലരും CPM നിന്ന് മറ്റു പാർട്ടിയിലേക്ക് കൊഴിഞ്ഞുപോയി. അപ്പൊ CPM നിന്ന് ആരും പുറത്തു പോകില്ല, ആരും പോകില്ല. CPM എന്നും ഇങ്ങനെ കോൺക്രീറ്റ് പോലെ നിൽക്കുമെന്ന് പറയുന്ന പിണറായി വിജയൻ കേരളത്തിൽ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ കേരളത്തിന്റെ കണക്കെടുത്ത് നോക്കാം. കേരളത്തിന്റെ കണക്ക് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ പോലും പിന്നെ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. നിയമസഭാ മണ്ഡലങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതില് പിന്നെ മഞ്ചേശ്വരം, കാസർഗോഡ്, മലമ്പുഴ, പാലക്കാട്, ചാത്തന്നൂര്, ആറ്റിങ്ങൽ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം ഈ മണ്ഡലങ്ങളിലെല്ലാം BJP 2ാം സ്ഥാനത്ത് തോന്നിപ്പോ. CPMന്റെ പിന്നെ മണ്ഡലങ്ങളാണ്, MLA മാർ ഭരിക്കുന്ന മണ്ഡലങ്ങളാണ്. മാത്രമല്ല അവിടെ നമുക്ക് കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ BJP ഇത്തവണ ഒന്നാമതെത്തി. അതാണ് അതിന്റെ ഒരു കണക്ക് നമ്മൾ നോക്കുമ്പോൾ ഒന്നാമതെത്തിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ വോട്ടുകൾ ചോരുന്നു എന്ന് മാത്രമല്ല നേതാക്കൾ പോലും ഇനി അങ്ങോട്ട് നേതാക്കൾ പോലും ഒരുപാട് അങ്ങോട്ട് ഒഴുകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നതെന്നാണ് കാണുന്നത്. കണക്കുകൾ ധാരാളം ഇനിയും നമുക്ക് പറയാനുണ്ട്. അതിനകത്ത് കാട്ടാക്കട ഒരു കണക്കൂടെ ഞാൻ പറയാം. കാട്ടാക്കട, തൃശ്ശൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, മണമ്പൂർ മണ്ഡലങ്ങളിൽ BJP പിന്നെ ഒന്നാമതെത്തിയിരിക്കുകയാണ്. അവിടെയൊക്കെ ഇതെല്ലാം LDFന്റെ മണ്ഡലങ്ങളാണ്. ഇവിടെ എല്ലാം ഒന്നാമതെത്തിയിരിക്കുകയാണ് BJP. അപ്പൊ ഈ വോട്ടൊക്കെ എങ്ങോട്ട് പോയി? അപ്പൊ CPMന്റെ വോട്ട് പരിപൂർണമായിട്ടും തൃശ്ശൂര് CPIക്കാർ പറഞ്ഞു കഴിഞ്ഞു, കാര്യം ചർച്ച ചെയ്യണം, അന്വേഷിക്കണം. അത് CPM മാത്രം അന്വേഷിച്ചാൽ പോരാ, സംയുക്തമായിട്ട് അന്വേഷിക്കണം. നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അന്വേഷിക്കണം. ഇത് സംഗതി വിചാരിക്കുന്നത് പോലെയല്ല, വളരെ അപകടമായിരിക്കുന്നു. ഇത് ഒരുപാട് വോട്ടുകൾ CPM നിന്നും CPI നിന്നും BJPയിലേക്ക് വൻതോതിൽ ഒഴുകിയിരിക്കുന്നു എന്നൊക്കെ കണക്കുകൾ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ കേരളത്തിലും പൊതുവിൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും എല്ലായിടത്തും കാണുന്ന സ്ഥിതി. CPM നിന്ന് ഒരുപാട് വോട്ടുകൾ ഇങ്ങനെ മറുപാട്ടി പറിച്ച് കേരളത്തിൽ BJPയിലേക്കാണ് ഇപ്പം പരിപൂർണമായിട്ടും. ഇപ്പം നേമത്ത് നമുക്കൊരു ഉദാഹരണം എടുക്കാം. നേമത്ത് കഴിഞ്ഞ തവണ പിന്നെ ഓരോ ജയിക്കും എന്നുള്ള ജയിച്ച സമയമുണ്ടല്ലോ, അത് നിയമസഭയിൽ അത് UDFന്റെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്നാണെന്ന് CPM നേതാക്കളെല്ലാം പറഞ്ഞു വരുന്നത്. UDFന്റെ വോട്ട് വളരെയധികം രാജഗോപാലിലേക്ക് മറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പോ മന്ത്രി ശിവൻകുട്ടിയുള്ള മണ്ഡലമാണ് നേമം. അവിടെ പരിപൂർണമായി വോട്ട് മൊത്തം CPM നിന്ന് മാറി നേരെ രാജീവ് ചന്ദ്രശേഖറിലേക്കാണ് പോയിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ കാണുന്നത്. അല്ല, രാജീവ് ചന്ദ്രശേഖറിലേക്കാണ് പോണെങ്കിൽ ശശി തരൂരിന് ഭൂരിപക്ഷം കുറഞ്ഞില്ല. അപ്പൊ UDFന്റെ കുറെ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖറിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ CPMന്റെ അങ്ങോട്ട് പോയി, CPMന്റെ കുറഞ്ഞു. പിന്നെ ശിവൻകുട്ടി ജയിച്ച് മണ്ഡലമല്ലേ, ആ CPMന്റെ വോട്ടുകൾ അങ്ങോട്ട് പോയി. അപ്പം അവിടെയും LDF തന്നെയാണ് അങ്ങോട്ട് പോയത്. അതിനകത്ത് ശിവൻകുട്ടിയാണ് ജയിപ്പിച്ചത്. പക്ഷേ ചേട്ടാ, അവിടെയുള്ള SDPA കൂടെ ചേർന്നല്ലേ ശിവൻകുട്ടിയെ ജയിപ്പിച്ചത്? അതെ അതെ, ശിവൻകുട്ടിയെ ജയിപ്പിച്ചത് അവിടെ SDPA കൂടെ. SDPA ഇല്ലായിരുന്നു എങ്കിൽ നമ്മുടെ കുമ്മനം രാജശേഖരൻ ജയിക്കേണ്ട മണ്ഡലമായിരുന്നു നേമം എന്ന് പറയുന്നത്. SDPAയുടെ നേതാവ് തന്നെ വന്ന് പറഞ്ഞ ഒരു സാഹചര്യം, 10,000 വോട്ട് ഞങ്ങൾ ശിവൻകുട്ടി കൊടുത്തു. ശിവൻകുട്ടി ജയിച്ചത് 5,000 വോട്ടിനാണ്. 10,000 വോട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. 10,000 വോട്ട് കിട്ടിയില്ലെങ്കിൽ ശിവൻകുട്ടി അവിടെ തോറ്റേനെ. പക്ഷെ ഇവര് ഈ 10,000 വോട്ട് എന്ന് ഇവര് പറയുന്നത് ഒരു പക്ഷേ അത് അവരുടെ എക്സാജറേറ്റ് പറയുന്നതായിരിക്കാം. കാരണം ഞങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വിചാരിച്ചാലും നടക്കും, ഞങ്ങൾ ആണ് ജയിപ്പിച്ചു വിട്ടതെന്ന് അവർക്കൊരു വീമ്പ് പറയാൻ വേണ്ടിയായിരിക്കാം. പക്ഷെ ആ വീമ്പ് പറയുന്നതിനകത്തും യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ്. കാരണം കുമ്മനം ഒരു കാരണവശാലും ജയിക്കരുത്. അപ്പൊ സ്വാഭാവികമായിട്ടും SDPAക്ക് വേറെ വഴിയില്ല. അവരുടെ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നാലും പ്രശ്നമില്ല. കാരണം പലയിടത്തും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് പോലും അത് നമ്മൾ ഇന്നലെ സംസാരിച്ച പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിലെ വിഭാഗീയതയുടെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നതും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ SDPAക്കാർ നുഴഞ്ഞു കയറുകയും അവരുടേതായ അജണ്ടകൾ നിശ്ചയിക്കുകയും അത് വളരെ ജില്ലാ നേതൃത്വത്തിൽ തന്നെ നുഴഞ്ഞു കയറുകയും ചെയ്തിരിക്കുന്നുള്ളതിന്റെ ഒരു ചർച്ച അവിടെ വളരെയധികം ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ CPM നിന്ന് നിരവധി പേർ ഇങ്ങനെ മറ്റു പാർട്ടിയിലേക്ക് പോകുന്നു. BJPയിലോട്ട് പോയില്ല. കാരണം BJPയിലോട്ട് പോയാൽ സംഘി ചാണകം എന്നൊക്കെ വിളിക്കും. മാത്രമല്ല പ്രയോജനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് BJPയിലേക്കുള്ള ഒരു ഒഴുക്കാണ് കാണുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ പോയത് മുഴുവനും CPM പോയത് മുഴുവനും CPIയിലേക്കാണ്. കുട്ടനാട്ടിലൊക്കെ ഒരു 4-5 ബ്രാഞ്ചുകൾ ഒരുമിച്ചാണ് CPയിലേക്ക് പോകുന്നത്. വേണ്ട, നമ്മളിപ്പോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം അവിടെ ഒരു രാജേന്ദ്രൻ എന്ന് പറയുന്ന അവിടുത്തെ എന്തോന്ന് പഞ്ചായത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, കുമരകം, ആ പഞ്ചായത്തിലെ പ്രസിഡന്റ് രാജിവെച്ചിട്ട്
അയാൾ CPIയിലോട്ട് പറയും ഇനി എനിക്ക് CPM ആയിട്ട് യാതൊരു ബന്ധവും എന്ന് പറഞ്ഞ് അയാൾ ഓ. പോവുകയും ചെയ്തു. അയാളെ തോൽപ്പിച്ചു അവിടെ. അത് CPM പ്ലാൻ ചെയ്തിട്ട് അവിശ്വാസം കൊണ്ടുവന്ന് അയാളെ തോൽപ്പിച്ച് അയാളെ അവിശ്വാസത്തിന് പുറന്തള്ളിയപ്പോൾ അയാൾ ഇനി എനിക്ക് CPM ആയിട്ട് ബന്ധമില്ല എന്ന് പറയാം. അതെല്ലാം അവിടുത്തെ വിഭാഗീയതയുടെ ഒരു വല്ലാത്തൊരു ഇതാണ്. അന്ന് രാജേന്ദ്രൻ പറയാതെ പറഞ്ഞു വെച്ചു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന മറ്റ് ഈ SDPI ക്കാരുടെ കടന്നുകയറ്റമൊക്കെ പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് പറയാതെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്തതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒഴുകിയത് താൽക്കാലികമാണ്, അതെല്ലാം നമ്മുടെ നിയമസഭയിൽ തിരിച്ചു വരും എന്നൊക്കെ CPM-കാര് അവകാശപ്പെടുന്നത്. പറയുന്നുണ്ടെങ്കിൽ അടുത്ത നിയമസഭയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതെ, അവരുടെ അണികളെ ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതല്ല സംഭവിക്കാൻ പോകുന്നതെന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.